മക്കളാ വീടിൻ്റെ പണി ഇതാ ഇങ്ങനെ നടക്കട്ടാ ചെറിയ തോതിൽ പിന്നെ ഇതിൻ്റെ സ്വിച്ച് ബോർഡ് അന്ന് തന്നെ അവിടെ വെച്ചിരുന്നിട്ടാ അത് വലിയ കിട്ടലായിപ്പോയി പില്ലറിൻ്റെ സത്യം പറഞ്ഞാൽ ആരൊന്നാ അന്ന് എന്നെ ചീത്തറിയുന്ന ഒന്നും വേണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് കണ്ടപ്പോൾ പിന്നെ അതാ ഡി ബി എടുത്തപ്പോൾ ഞാൻ ബോധം പോയിട്ടാ ഇത് എന്ത് ഡി ബി എടുത്തിരുന്നാ ഉണ്ടോ പണി ഡി ബി മേലക്കുള്ള അടികൾ മുസ്തഫ ഇത് ഡി ബിയിൽ മേലക്കുള്ള അടികൾക്കുള്ള ഇതിൽ തന്നെ മേലക്കുള്ളത് വേറെണ്ടാ വേറെ ഒക്കെ ഉണ്ട് അല്ല അത്യാവശ്യം വലിയ ഡി ബി ആട്ടാ പക്ഷെ അന്ന് തന്നെ ഡി ബിക്കുള്ള സെറ്റപ്പ് നമ്മളിവിടെ ഇട്ടുകൊണ്ട് കേസിലായിട്ടാണ് കാരണം ലോഡ് വലിയൊരു പ്രശ്നങ്ങൾ വലിയ അത്യാവശ്യം ഒരു വലിപ്പം കേട്ടോ കാരണം എന്താ വെച്ചാൽ 3 ഫേസിൻ്റെ ഒരു സെറ്റപ്പിനാണ് ഇത് ചെയ്യണമെന്ന് തോന്നുന്നുട്ടോ 3 ഫേസ് ഉള്ള സെറ്റപ്പിനാണ് ഇത് ചെയ്യണമെന്ന് തോന്നണേ 3 ഫേസ് ഇത് വേറെ പിന്നെ കൊടുക്കലാണ് പിന്നീടല്ല അങ്ങനെ എന്തോ ആണ് പരിപാടി ഇൻഷാല്ലാ ആയിക്കോട്ടെ പിന്നെ വേറെ മെത്തേഡ് എന്താ പറയുക ഇതിൻ്റെ പ്രത്യേകത നോക്കണേ ഈ ഇവിടെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പോഴതാ ഈ ലിൻഡലിൽ ഇതേപോലെ പൈപ്പ് ഇട്ട് കൊടുത്താൽ എന്താ ഗുണം എന്നറിയാം ലിൻഡലിൽ പൈപ്പ് ഇട്ട് കൊടുത്താൽ ഭയങ്കര ഗുണം ലിൻഡൽ കട്ടാവില്ല കണ്ടെങ്കിൽ അപ്പോൾ ലിൻഡൽ അതിൻ്റെ ഉള്ളിൽ കൂടി 25 പൈപ്പല്ല ഫസ്റ്റ് ഇട്ട് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ കൂടി 20 പൈപ്പ് ഉള്ളിൽ കൂടി കറക്റ്റായിട്ടാണ് കയറി ഇട്ടാ ലിൻഡൽ കട്ടാവില്ല ഭയങ്കര ഗുണം കേട്ടോ മാഷാല്ലാ ഓക്കെ അതിൽ ഞങ്ങൾ അടിയിൽ സാധനത്തി പിന്നെ ഇതിന് ഇപ്പോൾ പുതിയ എന്താണ് ഈ സാധനത്തിൻ്റെ പേരെന്താടാ ഈ തിരിച്ചേക്കണേ അപ്പോൾ അഡാപ്റ്റർ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അഡാപ്റ്റർ ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട് മുമ്പ് നമ്മുടെ വീട്ടിലൊന്ന് അഡാപ്റ്റർ ചെയ്യട്ടെ അതെന്തിനാണ് മറ്റേ ചതൽ കയറാതിരിക്കാനാ ചതൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഡാപ്റ്റർ കൊടുക്കുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഇവിടെ ഉണ്ട് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ ഡി ബി ഇവിടെ ഇങ്ങനെ അന്ന് സെറ്റ് ചെയ്താട്ടെ സത്യത്തിൽ സംശയ്ക്ക് ഇത് എന്തിന് വെച്ചാലോ മറ്റേ മുസാഫ് വെക്കാൻ വേണ്ടി വെച്ച സാധനം കേട്ടോ സത്യത്തിൽ എനിക്കൊരു മുസാഫ് വെക്കാൻ ഒരു തട്ട് വേണം കാക്കാന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് അങ്ങനെ ഒരു ഇവിടെ ബാത്റൂമാണ് അപ്പോൾ ഇതിൻ്റെ നേരെ മുന്നിൽ മുസാഫ് വേണ്ട എന്നുള്ള ലെവൽക്ക് ആണ് ഇത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തേ അത് ഡി ബിൻ്റെ ബോക്സ് ആക്കി കേട്ടോ ഓക്കെ പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പണി ഇങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അതിൽ ഞങ്ങൾ ഇവിടെയൊക്കെ ഇത് കുട്ടികളുടെ റൂമാട്ടോ കുട്ടികൾക്ക് ഇനി കമ്പ്യൂട്ടറൊക്കെ ഏതെങ്കിലും കാലത്ത് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതാ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണേ ഇവിടെ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കണേ കുട്ടികൾക്ക് ഇപ്പം വലിയ മക്കൾ പഠിക്കുന്ന മക്കളായാലോ എന്ന് കരുതിയിട്ട് അവിടെ സ്വിച്ച് ബോർഡ് ജസ്റ്റ് ഇട്ടാ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഫുഡ് ലാമ്പ് ഇവിടെ ഉണ്ട് സ്വിച്ച് ബോർഡ് ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഇറക്കിക്കണം എന്താ പറയുക ആൽമാരൊക്കെ എന്താ കറണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് മേലെ 4 എന്ത് ചെയ്തിട്ടുണ്ട് സീലിങ്ങിൽ 4 ലൈറ്റ് എടുത്തിട്ടുണ്ട് ഓക്കോനെ തിരഞ്ഞ് കണ്ട് പിടിച്ചിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ എസിൻ്റെ പോയിന്റ് ഇവിടെ വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഇനി കുട്ടികൾക്ക് ഞാൻ ഉണ്ടെന്ന് അറിയില്ല ഉണ്ടാവും കാരണം ഇടായിരിക്കില്ല ഇപ്പോഴത്തെ കാലത്ത് പിന്നെ കിച്ചണിൽ സംശയിക്ക് വേറെ എന്തൊക്കെയോ വേണമെന്ന് അറിയുന്നത് കിച്ചണിൽ മെയിൻ സ്വിച്ച് ബോർഡ് പിന്നെ ഇതെന്താണ് റാക്കുമൊക്കെയുള്ള സ്വിച്ച് ബോർഡ് ഇവിടെ റാക്ക് വരാം ഡൈമൊക്കെയുള്ള സ്വിച്ച് ബോർഡ് ഇത് സെല്ലാജി ഇവിടെ സെല്ലാജിനുള്ള അതിനുള്ള സെറ്റപ്പ് പിന്നെ ഇവിടെ എന്താണ് ഇവിടെ ഇതിട്ടാ എന്ത് പുറത്തേക്കുള്ള കോയിൽ കിണറിൻ്റെ മോട്ടർ പിന്നെ അതിൽ തന്നെ അവിടെ കിണർ വരാണെന്ന് ഇപ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിനുള്ള സെറ്റപ്പ് എന്നോട് ചെയ്യാൻ പറഞ്ഞു കൊടുത്തിരുന്നത് അപ്പോൾ അത് പിന്നെ ഇങ്ങനെ പോയിട്ട് വന്നിട്ടും ഇവിടെ പിന്നെ 2 പ്ലഗ് വേണമെന്ന് പറഞ്ഞു എന്തിനോൾക്ക് മറ്റേ അരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചിമ്മിനിൻ്റെ ഉള്ളിൽ ചിമ്മിനി ചെറുതാട്ടെ ചിമ്മിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റിൻ്റെ പോയിന്റ് ഇവിടേക്ക് വലിച്ചിട്ട് കിട്ടാം പിന്നെ വേറെ എന്താ ഇവിടെ ആ സ്വിച്ച് കാണണ്ടേ എന്താ പറയുക സിങ്കിക്ക് ഇവിടെ മേലെ ലൈറ്റ് ഉണ്ടില്ല സിങ്ക് ഒക്കെ ഉള്ള കേട്ടോ അവിടെ അതിന് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടില്ല ഇതെന്താ പറയുക ഈ സ്റ്റോർ റൂം ഇവിടെ ഒരു സ്റ്റോർ റൂമായിട്ട് ഇങ്ങനെ ചെറിയ തരികിടക്ക് സ്റ്റോർ റൂം ഉണ്ടാക്കാനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ പാത്രം കേൾക്കുന്ന നേരത്തെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് രാത്രിയിലൊക്കെ ആകുമ്പോൾ അതിന് വേണ്ടി എൻ്റെ മുസ്തഫ ഒരു സാധനം ഒരു ലൈറ്റ് പൊടിയും കൊടുത്തിട്ടുണ്ട് ഈ മുസ്തഫ ആകുമ്പോൾ പിന്നെ നമുക്ക് ആ ഭാഗം ചിന്തിക്കാൻ തന്നെ വേണ്ട കാരണം എന്താ ആ പോയിൻ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കും മനസ്സിൽ അവിടേക്ക് ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ സംരക്ഷണമാണ് ഓരോ നോക്കുന്നത് എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മൾ കാരണമായിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഈ പുറത്തേക്കുള്ള ചാട്ടത്തിൻ്റെ മേലൊക്കെ എന്ത് ചെയ്യുക സൺസൈഡ് നമുക്ക് ഒരു ലൈറ്റ് ഇട്ട് കൊടുത്താൽ എന്താ പറയുക ചെറിയ വളരെ സിമ്പിളായിട്ടൊരു ലൈറ്റ് ഇട്ട് കൊടുത്താൽ ഓർക്ക് എന്താ പറയുക അതിൻ്റെ വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഓക്കെ പിന്നെ ഡൈനിങ് ഹാളിൽ എന്തൊക്കെയോ അവർ കാട്ടിക്കണ് എനിക്കൊരു പുറത്ത് ചെയ്യാക്കി ഇലക്ട്രിക്കലിനെ പറ്റി അങ്ങനെ വല്ല പുറത്ത് ചെയ്യട്ടോ പക്ഷേ ടീച്ചർ പഠിപ്പിച്ചെന്നപ്പോൾ അന്ന് ഇങ്ങനെ ചെറിയൊരു അറിവുണ്ട് എന്നല്ലാതെ ചെറിയൊരു ആ ബേസിക് മാത്രം എന്ന് പറഞ്ഞതെന്നല്ലാതെ ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞു വൈഫൈ ഇവിടെ അല്ലേ ഈ മൂലക്കല്ല വൈഫൈ ടി വിയിലാ ടി വി പിന്നെന്താ CCTVൻ്റെ മോണിറ്റർ ഒക്കെ എത്തിമത്തിന് വരും ഇപ്പോൾ അപ്പോൾ CCTVൻ്റെ സെറ്റപ്പ് അതൊക്കെയാണ് ഇവിടെ ചെയ്ത് കേട്ടോ ഇവിടെ ഡൈനിങ് ഹാളിൽ ഈ അതിനായിട്ട് വേണ്ട സ്പേസ് കണ്ടെത്തിക്കണം നമ്മളിവിടെ നമ്മളിപ്പോൾ എപ്പോഴും മെയിൻ ഡോറിൻ്റെ അടുത്തതാ
വലിയ കല്ല് കൊടുക്കണം കേട്ടോ. എപ്പോഴും പറയല്ലേ, കാരണം എന്താ പറയുക, ഇത് ഇപ്പുറത്ത് കുത്തിയില്ല, ഇപ്പുറത്ത് ഈ കല്ല് വെട്ടി നാസാക്കി. അതേപോലെ തന്നെ അവർ നാസാക്കിയല്ലോ അവർ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇപ്പുറത്ത് കല്ല് വെട്ടു. അപ്പോൾ 2 കല്ലൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര പ്രയാസം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, എപ്പോഴും വീതി കൊടുക്കണം കേട്ടോ. ഇത് ശരിക്കും സെൻറ്ററല്ല, ഞാനാണ് കയറ്റി വെച്ച് കൊടുത്താണ്. ഞാൻ എൻ്റെ സൈറ്റിലൊക്കെ എങ്ങനെ ആവും എന്താ പറയുക, എല്ലായിടത്തും എന്ത് അല്ല സുവാ കല്ല് ഇവിടെ കൂടുതൽ എല്ലായിടത്തും എനിക്ക് എന്താ അനുഭവപ്പെട്ട്, ചിലയിടത്ത് കല്ല് ഒറ്റ കല്ലുമാണ്ട് അപ്പുറത്തും ഇപ്പുറത്തും കട്ട് ചെയ്തുമ്പോൾ ഡേഞ്ചർ അല്ല. അപ്പോൾ എന്താ ചെയ്യുക, പരമാവധി എന്താ ചെയ്യുക, ഈ വീതിക്ക് കൊടുക്കാൻ നോക്കട്ടെ. പിന്നെ എഞ്ചിനീയർമാരുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ തല കയറ്റി കൊടുക്കില്ല. കാരണം എന്താ വെച്ചാൽ ഓർക്ക് പല ഐഡിയകൾ ഉണ്ടാവും ഇതിമ. അപ്പോൾ നമ്മളെന്ത് ചെയ്യില്ല, അവിടെ ഒന്നും യൂസ് ചെയ്യില്ലോട്ടോ, ഒന്നും ഉപയോഗപ്പെടുത്തില്ല. അപ്പോൾ എന്താ ചെയ്യുക, അവിടെ നമ്മൾ പാവം കുട്ടികളമാർക്ക് അവിടെ അങ്ങനെ ഇരിക്കും. എന്താ ദിവസം അവിടെ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. എഞ്ചിനീയർമാരുണ്ടാകുമ്പോൾ എഞ്ചിനീയർമാരുടെ ഡ്രോയിങ് അവർ പറഞ്ഞ പണി. പിന്നെ അവിടെ നമ്മൾ മമ്മൂട്ടിയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് കണ്ടില്ല. പിന്നെ ഇവിടുന്ന് സ്റ്റെപ്പിൻ്റെ താഴത്ത് എന്തൊക്കെയോ പരിപാടി, അത് മറ്റേ ഇതിൻ്റെ കണക്ടർ കാര്യങ്ങളൊക്കെ വന്നിരിക്കണം, എന്തിൻ്റെ സോളാറിൻ്റെ